അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി കാലിക്കൂത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് വഴിതെറ്റി കൽക്കട്ടയിൽ പോയി ഇറങ്ങിയ നിസ്സഹായനായ നിർഭാഗ്യവാനായ ഒരു അറബി ഒരു കറാമത്ത് എന്നുള്ള നിലയ്ക്ക് നേരെ കൽക്കട്ടയിൽ നിന്നും പൊക്കിയെടുക്കപ്പെട്ട് കോട്ടക്കലിൽ വന്ന് ഇറങ്ങിയ അത്ഭുത കഥ ഞാൻ പറഞ്ഞത് ഒരേപോലെ മുജാഹിദുകളെയും സുന്നികളെയും വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ സുന്നികളെയും അല്ല, എല്ലാ മുജാഹിദുകളെയും അല്ല. അപ്പൊ അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കറാമത്തുകൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കരുത്. അത് പറയാൻ നമുക്ക് ജാള്യതയോ നാണമോ ഉണ്ടാവേണ്ടതില്ല. ഇന്ന് പല ആളുകൾക്കും ദൈനംദിനം നമ്മുടെ വൈയക്തിക സാമൂഹിക ജീവിതത്തിൽ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്ന കറാമത്തുകൾ യഥാതഥമായ രീതിയിൽ വിശദീകരിക്കുന്നതിന് ഒരു നാണം ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അതിന് ചില ആളുകൾ ഒരു കിതാബിലെ ഇബാറത്ത് കൂടി സാധൂകരണമായി അതിന് പ്രമാണമായി ഉദ്ധരിക്കാറുമുണ്ട്. എന്തെങ്കിലും ഒരു കറാമത്തുണ്ടായാൽ യഥാർത്ഥ വലിയ അതിങ്ങനെ വിളംബരപ്പെടുത്തിക്കൊണ്ട് നടക്കുകയില്ല. ഒരു മറയ്ക്ക് പിന്നിലിരിക്കുന്ന കന്യക എപ്രകാരമാണോ തൻ്റെ ഹൈല് രക്തം മറ്റുള്ളവര് കാണുന്നതിനെ തൊട്ട് നാണിക്കുന്നത്, അപ്രകാരം യഥാർത്ഥ ഔലിയാക്കൾ തനിക്കുണ്ടായ കറാമത്തുകൾ മാലോകർ അറിയുന്നതിനെ തൊട്ട് നാണിക്കുമെന്ന് ഇമാം സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയോ അങ്ങനെ ഏതോ ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കറാമത്തുകൾ മൂടി വെക്കുന്ന, അത് പറയാൻ മടിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വ്യാപകമായി കാണുന്നത്. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഫീസ് പൂട്ടും. കാരണം മുജാഹിദുകള്, സലഫികള്, വഹാബികള് വളരെ ശാസ്ത്രീയമായി ഇവിടെ ജിന്ന് ചികിത്സയുടെ ക്ലിനിക്കുകൾ ഒക്കെ, മന്ത്രവാദത്തിന്റെ ജിന്ന് അടിച്ചിറക്കലിന്റെ ക്ലിനിക്കുകളൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ആളുകൾക്കൊക്കെ സയന്റിഫിക് ടെമ്പറാണ് എന്നും പറഞ്ഞ് നമ്മൾ കറാമത്തുകൾ പറയാണ്ടിരുന്നാല് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ കട്ടയായിട്ട് നിൽക്കണം. നിങ്ങൾ പൊട്ടാണെങ്കിൽ നമ്മൾ പൊട്ടും കുറ്റിയാണ് എന്ന് പറയുന്നില്ല, അങ്ങനെ പാട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അണുവിട നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്ന് കോട്ടക്കലിലേക്ക് ചികിത്സയ്ക്ക് വന്ന് കൽക്കട്ടയിൽ പോയി ഇറങ്ങിയ ആ അറബി ഒരു അത്ഭുത യാത്രയിലൂടെ, ഒരു അത്ഭുത പ്രക്രിയയിലൂടെ മിനായി നേരം കൊണ്ട് കോട്ടക്കലിൽ എത്തിയ കഥ ഞാൻ പറഞ്ഞത്. ഇത് മത്സരത്തിന്റെ ലോകമാണ്. നമ്മള് അല്പം ബാക്കിലേക്ക് അടിച്ച മിടുക്കന്മാരൊക്കെ കൂടി നമ്മളെ പഞ്ഞിക്കിടും, നമ്മളെ ചവിട്ടിക്കൂട്ടും, പിന്നെ നമ്മളുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാകുന്ന കറാമത്തുകള്, അത്ഭുതങ്ങള്, സംഭവങ്ങളൊക്കെ ബയാൻ ചെയ്യുമ്പോൾ വഹാബികൾക്ക് തിളയ്ക്കും, അവർക്ക് പുകയും, അവർക്ക് എരിയും. അത് വിചാരിച്ച് നമുക്ക് സുന്നത്തെ ജമാഅത്ത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂ ജനറേഷന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ സയന്റിഫിക് ടെമ്പർ ഒന്നും നോക്കാണ്ട് നമ്മളുള്ള കാര്യങ്ങൾ വള്ളി വിടാതെ മണിമണിയായിട്ട് അങ്ങോട്ട് പറയണം. പിന്നെ ചില സുന്നി കോർപ്പറേറ്റുകൾക്ക് ഞാനിത് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവര് കോർപ്പറേറ്റുകളാണ്, വലിയ സംരംഭകരാണ്, വലിയ നിക്ഷേപകരാണ്, അവര് ലാഭകരമായി രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊരു പേടി. ഒരു പാവപ്പെട്ടവൻ ഒരു തട്ടുകടയാണെങ്കിലും ഇങ്ങനെ കറാമത്തൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് തുടങ്ങുവാണെങ്കിൽ അത് അവരുടെ പള്ളക്കെട്ട് അടിക്കുവോ, ഇതെന്തിന്റെ തുടക്കാണ്, ഇത് കൂമ്പേ നുള്ളി കളഞ്ഞില്ലെങ്കിൽ എടാ ഇത് നമുക്കിട്ട് തിരിഞ്ഞു കുത്തും എന്നുള്ളൊരു പേടി അവർക്ക്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ എവിടെയെങ്കിലും ഒരു തട്ടുകട തുടങ്ങുമ്പോ അതിനെതിരായിട്ട് സകല ഉപായങ്ങളും പ്രയോഗിച്ച് അത് അടപ്പിക്കുന്നതാരാ? പരിസരത്തുള്ള വൻകിട ഹോട്ടലുകാരാണ്, റെസ്റ്റോറന്റ് ഉടമകളാണ്. ഏതെങ്കിലും ഒരു പാവത്താൻ
4 മണിക്ക് ശേഷം ഒരു ജംഗ്ഷനിൽ നടുവേദനയ്ക്കുള്ള നാടൻ തൈലം, ആ നടുവേദന, പിടല് വേദന, കൈകാല് വേദന, കടന്നു വരൂ സഹോദരന്മാരെ, കടന്നു വരൂ എന്ന് അനൗൺസ് ചെയ്ത് വിൽക്കുവാണെങ്കിൽ തൊട്ടടുത്തുള്ള വൻകിട മെഡിക്കൽ ഷോപ്പുകാരൻ അത് ഇഷ്ടപ്പെടൂല. ഒരർത്ഥത്തിൽ അവനതൊരു ഭീഷണിയല്ല. ഇവന്റെ ഈ നടുവേദനയുടെ തൈലം 10 രൂപ കൊടുത്ത് ഏതെങ്കിലും പാവത്താൻ മേടിച്ചു എന്ന് വിചാരിച്ച് അവിടുത്തെ മെഡിക്കൽ ഷോപ്പിലെ കച്ചവടം കുറയൊന്നുമില്ല. അപ്പൊ എന്നതുപോലെ ഇങ്ങനെ കറാമത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നവാഗതൻ ഈ രംഗത്തേക്ക് വന്നതുകൊണ്ട് എൻ്റെ പൊന്ന് കോർപ്പറേറ്റുകളെ നിങ്ങൾ ഈ മാതിരി പിടിക്കരുത് കേട്ടോ. എന്നാൽ എടയപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ന്യായമാണ്, പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നി. പുള്ളി പറഞ്ഞു, ഉസ്താദെ, മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്, റിഫായി ഷെയ്ഖ് നവറല്ലാഹു മർഖദഹു, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ മഹാന്മാരാണ്. എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്വദേശി ഔലിയാക്കളിലും സ്വദേശി കറാമത്തുകളിലുമാണ്. അതുകൊണ്ട് ഉസ്താദ് പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്, അന്തറുപ്പാപ്പ നവറല്ലാഹു മർഖദഹു, വടകര മമ്മദാജി തങ്ങൾ റളിയല്ലാഹു അൻഹു, ഓച്ചിറപ്പാപ്പ റഹ്മത്തുല്ലാഹി അലൈഹി, ഭീമ ബീവി റളിയല്ലാഹു അൻഹ, മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹ പോലെയുള്ള തദ്ദേശീയരായ വലിയകളുടെയും വലിയാത്തുകളുടെയും കറാമത്തുകളെ പറ്റിയാണ് കൂടുതൽ പറയേണ്ടത്. അപ്പോൾ അതൊരു സ്വദേശി ഔലിയ മൂവ്മെന്റ് ആയിട്ട്, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്വദേശി ശാസ്ത്ര, ഒരു സ്വദേശി വിലായത്ത്, ഒരു സ്വദേശി ഔലിയ മൂവ്മെന്റ് ആയിട്ട് അത് വളർന്ന് പന്തലിക്കാൻ, വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു നിർദ്ദേശം എടയപ്പുറത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അത് തരക്കേടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ചെറുകിട ത്വരീഖത്തുകാർക്ക് നിങ്ങൾ ഭീഷണി ഉയർത്തരുത്. കോർപ്പറേറ്റുകളോടാണ് പറയണത്. ഔലിയാത്തരത്തിന്റെ വിലായത്തിന്റെ കറാമത്തുകളുടെ രംഗത്ത് കുത്തക വാഴുന്ന കോർപ്പറേറ്റുകള് ചെറുകിട ത്വരീഖത്തുകാരെ, അവര് അഖീദ ശരിയല്ല, അവരുടെ മൻഹജ് ശരിയല്ല, അവരുടെ ബൈഅത്തിന്റെ രീതി ശരിയല്ല, മനസ്സിലായല്ലേ? അതുപോലെ ആ ഇറാദത്തിന്റെ, ഷെയ്ഖും മുരീദും തമ്മിലുള്ള തഅല്ലുഖിന്റെ ആ ബൈനിയത്ത് ശരിയല്ല, ഇങ്ങനെയുള്ള ഇസ്തിലാഹുകളൊക്കെ ഉപയോഗിച്ച് എൻ്റെ പൊന്ന ചങ്ങാതിമാരെ നിങ്ങൾ എടുങ്ങറുണ്ടാക്കരുത്. എല്ലാവരും ഈ ഭൂമികയിൽ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഇട ഉറപ്പിച്ചോട്ടെ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, പരിഭ്രമിക്കണ്ട, അമ്പരക്കണ്ട, ഒന്നും വേണ്ട. ഒരു കേടും വരൂല. നിങ്ങളുടെ പരിപാടി ജോറായിട്ട് മുന്നോട്ട് പോകും. നവാഗതരും അവരെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള ചില തൊഴിലുറപ്പ് പദ്ധതികൾ, ചില ചെറുകിട പരിപാടികൾ അത് നടത്തട്ടെ. എല്ലാത്തിനും നിങ്ങൾ നമോഭാഗം നേരുക. അതാണ് ശരിയായ ജനാധിപത്യ ബോധമുള്ളവർ ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.